ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് പഴം കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കില്ലേ, മെയിനായിട്ട് ഈ നേന്ത്രപ്പഴം. പക്ഷേ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡും അതാണല്ലേ, അവരുടെ വെയിറ്റ് കൂട്ടാൻ നല്ലതാണ് അല്ലേ. അതുപോലെ വൈകുന്നേരം സ്നാക്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിന് നമ്മൾ ഇത്തിരി പഴുത്ത പഴമായിരിക്കണേ, അപ്പോൾ ഇത്തിരി ടേസ്റ്റ് കൂടുള്ളൂ. അതിനിതുപോലെ പീസ് പീസാക്കിയിട്ട് നമ്മൾ ദോശക്കല്ലിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് വെക്കുക കേട്ടോ. അതിന് ശേഷം കുറച്ച് അവിലൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുക്കുക. കുറച്ച് ക്രിസ്പി ആയിരിക്കും ആ പഴം കഴിക്കുമ്പോൾ കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഏലക്കാപ്പൊടി, തേങ്ങ ചിരകിയത് അതെല്ലാം അതിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ചില കുട്ടികൾക്ക് തേങ്ങ ഇഷ്ടപ്പെടില്ല. ഇവിടെ തേങ്ങ ഇഷ്ടമില്ല പിള്ളേർക്ക്. എന്തിലാണെങ്കിലും കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്താൽ അത് മാറ്റി വെക്കുക. അതുകൊണ്ട് തേങ്ങ ഇട്ടിട്ടില്ല. പിന്നെ അതുപോലെ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ് കേട്ടോ. പഞ്ചസാര കഴിക്കാത്ത കുട്ടികളാണ്, അല്ല മധുരം വേണ്ടാത്ത കുട്ടികളാണ് വെച്ചാൽ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ പഞ്ചസാര കഴിക്കാൻ കൊടുക്കുന്ന അത്ര വലിയ നല്ലതല്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കരിയിക്കാൻ പാടില്ല കേട്ടോ. ഇതാണ് കേട്ടോ കറക്റ്റ് വേവ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട് വെച്ചാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. അതുപോലെ എത്ര ഇഷ്ടമില്ലാത്ത കുട്ടികളും പഴം കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. മാൾട്ടിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുഞ്ഞൂസ് വേണം പറയുണ്ടായിരുന്നു. അവൾ ചൂടോടുകൂടെ അവന് വെച്ച് കൊടുത്തു കേട്ടോ. പാവത്തിരി വായ പൊള്ളി. എന്നാലും വെയിറ്റ് ചെയ്യണം കേട്ടോ. ചേച്ചി ഇപ്പോൾ തരും പറഞ്ഞിട്ട് ചേച്ചി സ്നേഹത്തോടു കൂടെ അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വായ പൊള്ളുന്നുണ്ട്, അവന് തീരെ ചൂട് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ പാവം മാളൂട്ടി അതിന് പീസാക്കി ഊതിയിട്ട് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനും ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം. ഇഷ്ടപ്പെട്ടാലുള്ള അവൻ്റെ ആ ഒരു എന്താ പറയുക സന്തോഷ പ്രകടനങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റ.